ഹലോ, നമ്മളിന്ന് നല്ല അടിപൊളി മയോണൈസാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക, 2 കഷ്ണം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഒരു മുട്ടയും കൂടെ അടിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള എരിവിനായിട്ട് കുരുമുളക് ചേർത്ത് കൊടുക്കുക. കുരുമുളക് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഒരു സ്പൂണിനേക്കാളും കുറച്ച് കുറഞ്ഞ അളവിൽ നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വിനാഗിരിയാണ്. നമുക്കിതിലേക്ക് ഒരു സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വിനാഗിരി ഇല്ലെങ്കിൽ അതേ അളവിൽ തന്നെ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കണം. നല്ല അതേ സെയിം ടേസ്റ്റ് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ടൊന്ന് ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കേണ്ടതാണ്. നമുക്ക് മിക്സി ചൂടാവാതെ തന്നെ നമുക്കൊരു 10 to 20 സെക്കൻഡ് മിക്സി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിനുശേഷം വീണ്ടും കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് 10-20 സെക്കൻഡ് വീണ്ടും അടിച്ചെടുക്കുക. നമുക്കിതിൻ്റെ തിക്നെസ് അത്യാവശ്യം ആവശ്യത്തിനുള്ള തിക്നെസ് ആവുന്നത് വരെ മാത്രം ലൈറ്റായിട്ടൊന്ന് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അത്യാവശ്യം തിക്നെസ് ആവുമ്പോൾ തന്നെ നമുക്കിത് മയോണൈസ് റെഡി ആയിട്ടുണ്ടാവും. രണ്ട് 3 തവണയൊക്കെ അടിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ടാവും. ഇത് കറക്റ്റായിട്ടുള്ള പാകമായിരിക്കും. ഇതിനനുസരിച്ച് നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.